ഇപ്പോൾ എനിക്കൊരു 40 വയസ്സുള്ളപ്പോൾ നല്ല എൻജിനീയറിങ് ജോലി ചെയ്തുകൊണ്ട് വളരെ വിജയകരമായി മിനിങ്ങി നടക്കുന്ന സമയത്ത് കർത്താവ് പറയാണ്, നീ അതെല്ലാം വിട്ട് എൻ്റെ എൻജിനീയറിങ് ആകുക, എൻ്റെ ജോലി ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് അതൊക്കെ സുപരിചിതമാണ് ഇല്ലേ? ജീസസ് യൂത്തിൽ 1 ഇയർ കമ്മിറ്റ്മെൻ്റ് എടുക്കണത്, ലൈഫ് ടൈം കമ്മിറ്റ്മെൻ്റ് എടുക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ. അപ്പം അങ്ങനെ ഒരു ലൈഫ് ടൈം കമ്മിറ്റ്മെൻറ്റിലേക്ക് എന്നെ വിളിച്ചു. ഫുൾ ടൈം ഫോർ ലാസ്റ്റ് 25 years ഐ ആം എ ഫുൾ ടൈം കമ്മിറ്റഡ് പേഴ്സൺ. എനിക്ക് വേറെ ആരെങ്കിലും ജോലി ചെയ്യുന്നു, എൻ്റെ ഭാര്യ നേഴ്സല്ല, എനിക്ക് ശമ്പളമില്ല, ഭാര്യയ്ക്കും ശമ്പളമില്ല, പിന്നെ എന്ത് പറയും? അതാണ് ഈ നാവിഗേറ്ററിൻ്റെ പ്രത്യേകത. ഇതെല്ലാം ആരോ ഇങ്ങനെ പോക്കറ്റിൽ കൊണ്ടുവന്ന് തരണമാതിരി കർത്താവ് കൊണ്ടുവന്ന് തരുമെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ പറഞ്ഞോ വിസ്മയനീയനായ പരിപാലകൻ. കൃത്യസമയത്ത് എല്ലാം എനിക്കിങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നു. എനിക്കൊരു ബാങ്ക് ബാലൻസ് ഇല്ല, എനിക്കൊരു സാലറി സ്ലിപ്പില്ല. എൻ്റെ സാലറി എല്ലാം മുകളിലാണ് പേയ്മെൻറ്റ് നടക്കുന്നത്, ഇവിടെ ഇത്തിരി എക്സ്റ്റൻഷൻ കിട്ടുന്നുള്ളൂ. അപ്പം ഞാനിത് പറയുന്നത് അബദ്ധമായോ? ഇവിടെ വരാൻ പറ്റി ഇറങ്ങിപ്പോണമെന്ന് തോന്നുന്നുണ്ടോ? തോന്നല്ലേ? ഇങ്ങനെ ഒരു ശൈലിയാണ് സാധാരണ ക്രിസ്തീയ ജീവിതം. ഇനി അതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ എന്നൊക്കെ കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? എല്ലാവർക്കും വലിയ ആഗ്രഹമൊന്നും ഉണ്ടായില്ല. പലരും എഴുന്നേറ്റ് പോയി. എന്നിട്ട് കർത്താവ് പ്രബോധനം നിർത്തിയോ? അതിനിടയ്ക്ക് ഞാനിങ്ങനെ വിഭാവന കാണാറുണ്ട്. ഒരു അമ്മച്ചി വന്നിട്ട് പറയാൻ, അതെ ഈശോയെ, നീയേ ഈ പറയണ മാതിരിയൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഒന്നും നിന്റെ ഗ്രൂപ്പിലുണ്ടാവില്ല, ഇച്ചിരി ഒന്നും മാറ്റി പറയുന്നേ. ഇതൊക്കെ ഭയങ്കര കഠിനമാണ്. ഈശോനെ ഇത് മാറ്റാൻ പറ്റുമോ? പറ്റുമോ? മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഈശോ പറയണ രഹസ്യങ്ങൾ ഈശോ തന്നെ പറഞ്ഞു, എൻ്റെ പ്രബോധനം എൻ്റേതല്ല, എന്നെ അയച്ചവൻ്റേതത്രേ. അതുകൊണ്ട് എനിക്കിതൊന്നും മാറ്റാൻ പറ്റില്ല, നിങ്ങളത് ഗ്രഹിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് നൽകും. ആ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളെ എല്ലാ കാര്യങ്ങളും അവൻ പഠിപ്പിക്കും. ഇത് 2000 വർഷം മുമ്പ് പറഞ്ഞതും അതിനുശേഷം പരിശുദ്ധാത്മാവിനെ അയച്ചു. ആ പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾക്ക് അത് ഗ്രഹിക്കണം. അപ്പോൾ ഇനി പിശാചിനെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. പിശാചിനെ പേടിക്കാൻ തുടങ്ങിയാൽ നമ്മൾ വിശ്വാസമില്ല എന്നർത്ഥം. ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ അവനെ കണ്ട് പിശാച് ഓടണം. എനിക്ക് നല്ല അനുഭവമാണ്. നമ്മൾ ഇവിടെ എപ്പോഴും പറയാനുള്ളൊരു ഉദാഹരണം, ജർമ്മനിയിൽ ഒരു ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ നമ്മുടെ ഒരു മലയാളി അച്ഛൻ ആണ് അവിടുത്തെ പാരിഷ് പ്രീസ്റ്റായിരുന്നത്. അപ്പോൾ നമ്മുടെ അച്ഛനല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അത്ര സാധാരണഗതിയിൽ പറഞ്ഞ സമയത്ത് ചെല്ലണം, ജർമ്മൻകാരല്ലെങ്കിൽ ഭയങ്കര വിഷമം. നമ്മുടെ അച്ഛനല്ലേ, ഇന്ത്യൻ ടൈമിൽ ചെന്നാൽ മതി എന്ന് വിചാരിച്ച് ചെന്നപ്പോഴേക്കും അച്ഛൻ ഉള്ള മുറികളെല്ലാം ഓരോരുത്തർക്ക് കൊടുത്തു ധ്യാനിക്കാൻ വന്നേക്കണവർക്ക്. അപ്പം അച്ഛൻ പറഞ്ഞു, നീ ഇത്രയും ലേറ്റായപ്പോൾ ഞാൻ ഇനി നാളെ വരുള്ളൂ എന്ന് വിചാരിച്ചു. ഞാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛൻ, ഞാനിവിടെ ഈ ലിവിങ് റൂമിൽ ആ സോഫയുമൊക്കെ കിടന്നോളാം, നമ്മൾ മലയാളികളല്ലേ, നമുക്ക് എവിടെ വേണമെങ്കിലും കിടത്താൻ പറ്റേ. ഇല്ല, ധ്യാനഗുരുവാണ് നീ അങ്ങനെയൊന്നും കിടത്താൻ ശരിയാവില്ല, നിനക്ക് നല്ല റൂം വേണം. പക്ഷേ ഇപ്പോൾ ഒരു റൂമേ ഉള്ളൂ. ആ മുറിക്കൊരു പ്രശ്നമുണ്ട്. ആ മുറിയിൽ കൃത്യം രാത്രി 12 മണിക്ക് ഒരു പിശാച് വരും. അപ്പോൾ ആളുകൾ അവിടെ കിടക്കണവരൊക്കെ 12 മണിയാകുമ്പോൾ എണീറ്റ് ഓടും. ഞാൻ പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെ ഒരു പരിപാലനയാണ്. ഇന്ന് മുതൽ ആ പിശാച് അവിടെ വരില്ല. ഇന്ന് ആ പിശാചിനെ ഞാൻ വിഴുങ്ങും. ഇന്ന് ഞാൻ ആ മുറി കിടന്നാൽ മതി. നീ എന്തീ പറയണേ?
ഞാൻ പറഞ്ഞു, അച്ഛൻ ഈ വികാരിച്ചനായിട്ട് ഇങ്ങനെ ചോദിക്കുകയാണോ? ഈ പിശാചിനെ പേടിച്ച് അച്ഛൻ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ അതുകൊണ്ടാണ് പിശാച് അവിടെ ഇരിക്കണേ. ആരെ പേടിക്കണോ അവരുടെ അടുത്ത് ഇങ്ങനെ ചടഞ്ഞു കൂടും. എനിക്ക് പിശാചിനെ പേടിയില്ല, കാരണം എൻ്റെ ഉള്ളിലുണ്ട് ദൈവം. അവനാണ് ക്രിസ്ത്യാനി. അവിടെ ഇപ്പോഴും ആകാശത്താണ് പറന്നിറങ്ങണമെന്നൊക്കെ പറയാം, പാട്ടിനതൊക്കെ ഉപയോഗിച്ചോട്ടോ. പക്ഷെ എങ്കിലും പാടുമ്പോൾ മനസ്സിലാകണം, കർത്താവ് ഞങ്ങളിങ്ങനെയൊക്കെ പാടുമെങ്കിലും വേഗം വരണേ 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 എന്നൊക്കെ പാടുമെങ്കിലും ഞങ്ങളുടെ അകത്തുണ്ട്. കണ്ടോ, വിശ്വസിച്ചിൻ്റെ ശത്രു ഞങ്ങൾ ഇഷ്ടം വരാനേ. അപ്പം ഈ ഒരു ബോധ്യം, ഞാൻ പോയി കിടന്നുറങ്ങി സുഖമായിട്ട്, എന്നെ ഒരു വിചാരം വന്ന് ഉപദ്രവിച്ചില്ല. രാവിലെ ആയപ്പോൾ അച്ഛൻ വന്ന് മുട്ടി വിളിച്ചു. സന്തോഷമായിട്ട് ഒച്ച കേട്ടപ്പോൾ. ഒന്നും സംഭവിച്ചില്ല അച്ഛോ, എൻ്റെ കൂർക്കമ്പലി കേട്ടപ്പോഴേ പിശാച് പോയി കാണും. നമ്മൾ ഇത്രയും വലിയ ബന്ധനം പ്രാർത്ഥന ഒന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. വിശ്വസിച്ചാൽ മതി. വിശ്വസിക്കാണ്ട് ബന്ധന പ്രാർത്ഥന പ്രാർത്ഥിച്ച് നടക്കുകയാണെങ്കിൽ പിശാചിനൊരു സുഖം. അവനിങ്ങനെ പോകും വരും പോകും വരും, നമ്മളെ കൊണ്ട് ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നമുക്ക് വേറെ പ്രാർത്ഥിക്കാനൊന്നും സമയം ഉണ്ടാവില്ല. വേറെ എന്തോരം കാര്യങ്ങൾ പ്രാർത്ഥിക്കാനുണ്ട്. എന്തോരം കൊച്ചുങ്ങളുണ്ട് ഇവിടെ. ഈ കൊച്ച് പുറത്ത് കളിച്ച് നടക്കുന്നിടത്ത് ഒരു പട്ടിക്കുഞ്ഞ് അല്ലെങ്കിൽ ഒരു പട്ടി അതിനെ ആക്രമിക്കാൻ വരാണെങ്കിൽ അമ്മമാരെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അവൻ സംരക്ഷണ പ്രാർത്ഥന നടത്തിയിട്ടില്ല എന്നും പറഞ്ഞ് ഇവിടെ നിൽക്കുമോ? പറയ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ദൈവത്തിൻ്റെ ഹൃദയം മനസ്സിലാക്കി പ്രാർത്ഥിക്കണം. നമ്മൾ എന്തിനീ സംരക്ഷണ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കണേ? ഞാൻ ഒരു സംരക്ഷണ പ്രാർത്ഥനയും പ്രാർത്ഥിക്കാറില്ല. കാരണം എൻ്റെ കൂടെ ആരുണ്ട്? ദൈവമുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ ഒരു അപ്പസ്തോലനായിട്ട് സുവിശേഷം വേല ചെയ്യുമ്പോൾ എന്നെ സംരക്ഷിക്കേണ്ട ചുമതല ആരുടെയാണ്? ദൈവത്തിൻ്റെയാണ്. അല്ലാണ്ട് പ്രൊട്ടക്ഷൻ പ്രയർ നടത്താണ്ടൊന്നും ചെയ്യണ്ടട്ടാ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസം മണ്ണാങ്കട്ടയാണെന്ന് അർത്ഥം. ക്ഷമിക്കണം കേട്ടോ, ഈ വാക്കൊക്കെ മനസ്സിലാകാനുള്ള എളുപ്പത്തിന് വേണ്ടി പറയണതാണ്. നിങ്ങൾ ആ വിശ്വാസത്തിൽ നിൽക്കണോ അതോ നിങ്ങൾ ഉയരണോ? ഉയരണമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണം, എന്ത് പിശാചുക്കളായാലും എൻ്റെ ശബ്ദം കേട്ടാൽ അത് ഓടും. കർത്താവ് ഈശോ മിശിഹ പിശാചിൻ്റെ രാജ്യത്തെ നശിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഈ കുരിശ്. ഈ കുരിശിൽ കർത്താവ് എന്താണ് നേടിയത്? പിശാചിൻ്റെ രാജ്യത്തെ നശിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ നശിപ്പിച്ച് തോറ്റ പാർട്ടി ആണെങ്കിലും കുറച്ച് പേര് ഇവിടെ നടക്കുന്നുണ്ട്. അവർ നടന്നോട്ടെ എന്നാ പറയണത്. അവര് അത് വലുതായിക്കോട്ടെ. ഈ തോറ്റ പാർട്ടിയാണ് അവര്. തോറ്റ പാർട്ടിയാണോ? ആണോ? നിങ്ങളതൊന്ന് വിശ്വസിച്ചേ. തോറ്റ പാർട്ടിയാണ്. പക്ഷേ എങ്കിലും അഭയാർത്ഥികളായിട്ട് അവരിവിടെ നടക്കാം. അഭയാർത്ഥികളെ പോലെ അവരിവിടെ നടക്കാം. നമ്മൾ അതുകൊണ്ട് അവരെ എയിം ചെയ്തുകൊണ്ടല്ല നമ്മുടെ ജീവിതം, അവരെ പേടിച്ചുകൊണ്ടുമല്ല. നമ്മൾ സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും. എന്നോട് ക്ഷമിക്കണം, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളർച്ചയിലേക്കുള്ള കാര്യങ്ങളാണ്. നമ്മൾ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ യുക്തിവിചാരം ചെയ്തു. അങ്ങനെ ഇരുന്നാൽ മതി പോരല്ലോ. പ്രായപൂർത്തി വന്നപ്പോൾ ശിശു സഹജമായവ കൈവെടിഞ്ഞു. പൂർണ്ണമായത് ഉദിക്കുമ്പോൾ അപൂർണമായത് താനേ പോയിക്കോളും. ഇതിനു മുമ്പ് ഞാനുമൊക്കെ എന്തോരം ബന്ധന പ്രാർത്ഥനയൊക്കെ നടത്തിയിരുന്ന ആളാണെന്നറിയാമോ? പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി, പൂർണ്ണമായവ ഉദിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ബന്ധന പ്രാർത്ഥനയുടെ ഒന്നും ആവശ്യമില്ല. പിന്നെ എന്ത് വേണം? വിശ്വസിക്കണം. ഞാൻ ആരിൽ വിശ്വസിക്കണം? കർത്താവ്, സർവജ്ഞനായ കർത്താവ്, സർവാധിപനായ കർത്താവ് എൻ്റെ ഉള്ളിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കണം. ആ വിശ്വാസമാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. നിർത്തല്ലേ? എത്ര സമയമാണ് ബ്രേക്ക്? യു വിൽ ഗീവ് സം അനൗൺസ്മെന്റ്? ഓക്കെ ഓക്കെ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇപ്പോൾ നിർത്തുന്നു. നിങ്ങൾ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണമെങ്കിൽ വേറൊരു വിഷയവും ചർച്ച ചെയ്യാണ്ട് നിങ്ങളുടെ വിചാരങ്ങൾ ഈ തലത്തിൽ തന്നെ നിന്നുകൊണ്ട് നമ്മൾ വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കും. വിശുദ്ധ കുർബാന ശേഷം
ഞാൻ വീണ്ടും ഒരു വളർച്ചയ്ക്കുള്ള ഒരു ക്ലാസ് തന്നിട്ട് ശക്തമായ ഒരു രോഗശാന്തി ശുശ്രൂഷയും അതിൻ്റെ ഇടയ്ക്കുള്ള പ്രാർത്ഥനകളൊക്കെ ഉണ്ടാവും. രോഗികളായിട്ടുള്ളവർ ആ സമയത്ത് നമുക്ക് പ്രാർത്ഥിച്ച് രോഗം നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് തന്നെ മാറുന്നത് കുറേയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ദാഹിക്കുക. പ്രൈസ് ദി ലോർഡ്.